മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ലോകത്തെ തന്നെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന മഹാമാരി COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UAE നിന്നുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും വിമാനത്താവളം അടയ്ക്കുകയും ചെയ്യുന്നതോടെ UAE ജീവൻ പൊലിഞ്ഞ ഒട്ടേറെ മൃതദേഹങ്ങൾ അനിശ്ചിതമായി തന്നെ മോർച്ചറിയിൽ ബാക്കിയായിരിക്കുകയാണ്. ഗൾഫിലെ പ്രവാസികൾക്ക് പിറന്ന മണ്ണിലെ അന്ത്യനിദ്രയാണ് കൊറോണ കാലം ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസ ലോകത്ത് മരിച്ചവരുടെ ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനാവാത്ത അവസ്ഥയാണ് എല്ലായിടത്തും തുടർന്നു പോരുന്നത്. എല്ലാ വിമാന സർവീസുകളും ഇതിനോടകം തന്നെ റദ്ദ് ചെയ്തതോടെ ഉടലെടുത്ത ഈ പ്രതിസന്ധി പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് പ്രവാസി ചിന്ത. പ്രിയപ്പെട്ടവർക്ക് ഒരു നോക്ക് കാണാൻ പോലുമാകാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ UAE തന്നെ അടക്കം ചെയ്യുകയും ദഹിപ്പിക്കുകയും ചെയ്ത മൃതദേഹങ്ങളും ഒട്ടേറെയാണ്. നിലവിൽ ദുബായിൽ മാത്രം 13 മൃതദേഹങ്ങൾ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതും കാത്ത് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതായി UAE മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സേവനം ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകർ അഷ്റഫ് താമരശ്ശേരി പറയുകയുണ്ടായി. അങ്ങനെ മോർച്ചറികളിൽ സൂക്ഷിക്കുന്ന മൃതദേഹങ്ങളിൽ ഏറെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടേതാണെന്നും അദ്ദേഹം ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടൊപ്പം കണ്ണീരടക്കി ഉച്ചവരെ ഈ മണ്ണിൽ തന്നെ ഉറങ്ങാൻ അനുവദിക്കുകയാണ് ഇപ്പോൾ പലരും. എല്ലാ ഗൾഫ് നാടുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. അതേസമയം എന്തെങ്കിലും വഴി തുറക്കുമെന്ന പ്രതീക്ഷയിൽ 10ലേറെ മൃതദേഹങ്ങളാണ് ബന്ധുക്കൾ ഇപ്പോഴും ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഒരു ദിവസം ശരാശരി 5 ഇന്ത്യക്കാർ UAE മാത്രം മരിക്കുന്നുണ്ട്. എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ മൊത്തമായുള്ള കണക്കെടുക്കുമ്പോൾ അതിലേറെ ഒരു ദിവസം മലയാളികളുടെ ശരാശരി 2 ആണ്. സാധാരണഗതിയിൽ യാത്രാ വിമാനങ്ങളിൽ തന്നെ മൃതദേഹങ്ങളും ഇവിടെ നിന്ന് നിത്യേന കൊണ്ടുപോകുമായിരുന്നു. വിമാനങ്ങൾ ഇല്ലാതായതോടെയാണ് ഈ പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിലെ നിബന്ധനകൾ കാരണം ചില നാട്ടിലുള്ളവരുടെ അനുമതിയോടെ ഇവിടെ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയാണ്. മിക്ക മതവിഭാഗങ്ങൾക്കും ഇവിടെ ശ്മശാനങ്ങളും ഖബർസ്ഥാനവുമുണ്ട്. ഹിന്ദുക്കൾക്ക് ഷാർജ സജ്ജയിലും അബുദാബിയിലും ദുബായിലെ ജബൽ അലിയിലുമാണ് പൊതു ശ്മശാനം. ദുബായിൽ അൽക്കൂസിലാണ് മുസ്ലിങ്ങൾക്കായുള്ള ഖബർസ്ഥാൻ. ഹിന്ദു ശ്മശാനത്തിൽ ഒരു ദിവസം ഒരു മൃതദേഹം മാത്രമേ ഒരിടത്ത് ദഹിപ്പിക്കാൻ അനുവാദമുള്ളൂ. മനസ്സിലാമനസ്സോടെ ഇവിടെ നടത്തേണ്ടി വരുന്ന ശവസംസ്കാരങ്ങളിൽ പങ്കെടുക്കാനും വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അബുദാബിയിൽ മരിച്ച തിരുവല്ല സ്വദേശിയായ യുവാവിനെ അബുദാബിയിലും റാസൽ ഖൈമയിൽ മരണപ്പെട്ട ഒരു തലശ്ശേരി സ്വദേശിനിയുടെ ശവസംസ്കാരം സജ്ജയിലും നടക്കുകയുണ്ടായി. മാവേലിക്കര സ്വദേശിനിയുടെ ശവസംസ്കാരം അടുത്ത ദിവസം നടക്കുകയും ചെയ്യും. അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ഇവരെ അവസാനമായി കാണാൻ നാട്ടിലുള്ള ഉറ്റവർക്കാകുന്നില്ല എന്നതും ഏറെ ദുഃഖകരം തന്നെയാണ്. ഇതിലേറെ പ്രയാസകരമാണ് നാട്ടിൽ നടക്കുന്ന മരണങ്ങൾ അറിഞ്ഞ് ഒന്നും ചെയ്യാനാവാതെ കണ്ണീരൊഴുക്കി നിൽക്കേണ്ടി വരുന്ന ഉറ്റവരുടെ അവസ്ഥ. എത്ര കാലം ഈ വിലക്കുകൾ നീണ്ടു നിൽക്കുമെന്ന് നിശ്ചയമില്ലാത്തതിനാൽ നാട്ടിലും ഇവർക്കായി കാത്തു നിൽക്കുന്നുമില്ല. ഇതേ അനുഭവങ്ങളുടെ കണ്ണീർ കഥകളാണ് എല്ലാ പ്രവാസികളും പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ യുദ്ധകാലത്ത് പോലും വിമാനങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നില്ലെന്നും മൃതദേഹങ്ങളുടെയും മരണത്തിന്റെയും കാര്യത്തിൽ പ്രവാസത്തിലെ ആദ്യ അനുഭവമാണിതെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ പൊതുപ്രവർത്തകർ തന്നെ പറയുന്നു. എന്നിരുന്നാൽ തന്നെയും ഉറ്റവരുടെ കണ്ണീർ ഇവിടെ നോവായി മാറുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.